ഓൾറെഡി ഞാൻ അഞ്ചുതെങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഞാൻ കൊല്ലത്ത് വന്നതിന് ശേഷം അഞ്ചുതെങ്ങ് എന്നെ അവർ കൂട്ടിക്കൊണ്ട് പോയതാണ്, ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്ക് എന്നിട്ടും വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ഒരു ആശയം, ഭയങ്കരമാണ് ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തേത്. കണ്ടോ, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടോ, ആൾക്കാർ മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ സെയിൽസ് ചെയ്യുകയാണ്. അപ്പോൾ അയലമീനൊക്കെ നമ്മൾ ഈ കടയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, അല്ല ഈ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഈ അയലമീൻ കൊണ്ടുവന്ന് വിറ്റിട്ട് വേറെ മീനുമായിട്ട് അവർ ഒരുപാട് മീൻ പിടിച്ചിട്ട് അതിനെ വേർതിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സാധനത്തെ അവർ കാണിച്ചു കേട്ടോ, ഞാനത് കാണിക്കാമേ. കണ്ടത് കണ്ടോ, ഇത് ഈ ചുമന്നിരിക്കുന്ന ഒരു സാധനം കണ്ടോ, ഇവർ പറയുന്നത് ഇതിൻ്റെ കൂടെ കുട്ടുന്നതാണ്. ഇവർ പറയുന്ന ഈ സാധനം നമ്മൾ ഇത് ജീവനുണ്ടെ കടിക്കും, അത് മാത്രമല്ല ഇത് നമ്മൾ ടച്ച് ചെയ്താൽ ചൊറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന് കൂടെ ഉള്ളതാണ് കണ്ടോ. അപ്പോൾ എത്ര വിചിത്രമായ കാഴ്ചകൾ. കൊക്കിനെയൊക്കെ കണ്ടോ, മീൻ പിടിക്കാൻ വന്നിരിക്കുക, മനുഷ്യൻ മീൻ പിടിക്കുന്ന പോലെ കൊക്കും വന്ന് കുത്തിയിരിക്കുകയാണല്ലോ. കണ്ടോ മീൻ പിടിക്കുക. ബോട്ടൊക്കെ അങ്ങോന്ന് വരുന്നുണ്ട്. ആ പലയടിച്ച് വരുന്ന ഒരു വലിയ കാഴ്ച, വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാം. മനോഹരമായ കാഴ്ചകൾ അല്ലേ. അയ്യോ കർത്താവേ, ആടോ ഒരാൾ പോയി കുളിക്കാൻ പോയതാ. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇറങ്ങാനേക്ക് പേടിയാട്ടോ. ഈ ജോലിയൊക്കെ കൈ വരാത്തവരും കാല് വരാത്തവരൊക്കെ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ മീൻ മേടിക്കുമ്പോൾ അവരോട് നമ്മൾ മീൻ മേടിച്ചോണ്ടാൽ പോവുകയാണ്. അവരൊക്കെ എത്ര കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കൈക്കൊക്കെ പ്രോബ്ലം ഉള്ളവരൊക്കെയാണ്, കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. മീൻ പിടിച്ച് വിൽക്കുന്ന ഒരു ഇവിടെ തന്നെ വിൽക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ അലയടിച്ച് വരുന്നുണ്ടോ അപ്പാ. ഇതാണ് അഞ്ചുതെങ്ങ്. സൂപ്പർ. ഏതായാലും എനിക്കിങ്ങനെ ഒരു ചാൻസ് ദൈവം തന്നു, ദൈവത്തിന് ഞാൻ നന്ദി പറയണം കേട്ടോ. ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ വന്ന് കാണണം എന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഒരു പ്രാവശ്യം വന്നു, പിന്നെയും വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. എന്നാലിപ്പോൾ ഒരു മാരേജിനോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലൊക്കെ വന്ന് എല്ലായിടവും പോയി കാണും എന്നാഗ്രഹിച്ച് ഞങ്ങൾ ഫാമിലിയോടെ തന്നെയാണ് വന്നത്. അപ്പോൾ അതെ, എൻ്റെ ഹസ്ബൻഡോട് നിൽപ്പുണ്ട്, എൻ്റെ ഇളയ മോനോട് നിൽപ്പുണ്ട്, ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇതൊക്കെ കാണുവാണ്. ഓക്കെ, എനിവേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്കായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എത്ര മഹാത്ഭുതമാണ്. സമുദ്രം അല്ലേ, കടലെന്ന് പറയുന്നത് എത്ര അത്ഭുതമാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഓക്കെ, എനിവേ ഞാൻ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരും കേട്ടോ. ഈ ഒരു അലയും കൂടെ നമുക്ക് കണ്ടിട്ട് പോകാമേ. കേട്ടോ, സ്ട്രോങ് ആയിട്ടൊരു അല വരുന്നു. സോ അതെന്നെ കൂടെ ടച്ച് ചെയ്യാൻ തോന്നുന്നു. കണ്ടവർ മീൻ അതോടെ മേളിൽ വന്നായിരുന്നു. അതോടെ കിടക്കുന്ന, അയ്യോ പാവം, കണ്ടല്ലോ. അപ്പോൾ എനിക്ക് അല എങ്ങനെ അത്ര ഇതായിട്ടാണ് വരുന്നത്, തിരമാല വരുന്ന കണ്ടോ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നല്ലേ. ആകാശ വിധാനം അവൻ്റെ കയ്യിൽ പ്രസിദ്ധമാക്കും. 4 വന്നേക്കാണ്ടോ തിരമാല വരുന്നുണ്ട്. മീൻ എൻ്റെ അടുത്തോട്ട് പോന്നു. പോട്ടെ. ഓക്കെ, എനിവേ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരും. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസ്ലിൻ സുരേഷ് ഈറോഡ്.